ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണ് ഈ ഒരു സമയം എൻ്റെ വ്യൂസിനോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്, എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് ഫീലിങ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ മുന്നോട്ട് പോകുന്നതിൽ ബ്ലോക്കേജ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഫസ്റ്റ് വന്നിരിക്കുന്നത് 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത്, നമ്മളൊരു ടിൻ ഫ്ലെയിംസ് ജേർണിയിലായിരുന്നിട്ടും നീ എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ നിന്നും കടന്നു പോയത് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അത്രത്തോളം ഒരു മാച്ച് ആയിരുന്നു, പരസ്പരം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരേ ഉത്തരം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷനും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ലായിരുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വന്ന് വിട്ടുപോയത് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണ്. ഓക്കെ, ഫാമിലി, ഒന്നുകിൽ നിങ്ങൾ ഫാമിലി ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലിയെ പോലെ അത്രത്തോളം വാല്യൂ കൊടുക്കുന്ന, നിങ്ങളോടൊപ്പമുള്ള ഓരോ നിമിഷവും അവർക്ക് ഒരു സന്തോഷം തന്നെയായിരുന്നു. അവരുടെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് തന്നെയാണ് നിങ്ങളെന്ന് അവർ പറയുന്നുണ്ട്. ഇപ്പോഴും അവരുടെ ചിന്ത അത് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള സന്തോഷമൊന്നും അവർ മറന്നൊന്നും പോയിട്ടില്ല. ഇപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സന്തോഷങ്ങളും സ്നേഹങ്ങളും എല്ലാം അവർക്ക് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, കിങ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളോട് ഇപ്പോഴും അവർക്ക് സ്നേഹമാണ്. ആ ഒരു സ്നേഹത്തിന് ഒരു കുറവും വരത്തില്ല. ഇനിയിപ്പം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെയും ആ സ്നേഹം അങ്ങനെ തന്നെ ആയിരിക്കും. ഒരിക്കലും ആർക്കും ആ ഒരു സ്ഥാനം എടുക്കുവാൻ സാധിക്കില്ല. എന്തെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ തങ്ങളെ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ സ്ഥാനം നിങ്ങൾ തന്നെയാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ ടു ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 2 ഓഫ് വാണ്ട് നിങ്ങൾ ഒന്നുകിൽ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ തന്നെയും നിങ്ങളുടെ പേഴ്സൺ പറയുന്ന, ഒരിക്കലും ഞാൻ നിന്നിൽ നിന്നും ദൂരെയല്ല, മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയാണ് എന്ന് അവർ പറയുന്നുണ്ട്. ഒരിക്കലും നിങ്ങളോടുള്ള ഒരു ഫീലിങ്സും അവർക്ക് മാറിപ്പോയിട്ടില്ല എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. സ്നേഹം ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. ഓക്കെ, കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ആ ഉത്തരവാദിത്തങ്ങളുടെ മധ്യത്തിലും നിങ്ങളെ വിട്ടുകളയുവാൻ അവരെ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണത്താൽ എന്തെങ്കിലും പ്രശ്നത്തിൽ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വാല്യൂ എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്, ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ലൈഫിൽ എന്താണെന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് അവർ പറയുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. അവരുടെ മനസ്സ് ചില സമയങ്ങളിൽ ജഗിൾ ചെയ്യുന്നുണ്ട്. കാരണം അവർ 2 സിറ്റുവേഷനിലാണ്. ഒന്നുകിൽ നിങ്ങളും അവരുടെ ഫാമിലിയുമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ റിലീജിയനായിട്ടുള്ള ചില കാര്യങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പം ഈ ഒരു കാര്യത്തിൽ 2 സിറ്റുവേഷനിൽ അവർ എപ്പോഴും കോൺഫ്ലിക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അവർക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരിക്കാം, നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് അവർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവരിപ്പോൾ ചിന്തിക്കുന്നു, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു പാസ്റ്റിലെ ചില അനുഭവങ്ങൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, മറ്റൊരു വ്യക്തിക്ക് വാല്യൂ കൊടുത്തുകൊണ്ട് നിങ്ങളെ ഏറ്റവും കുറഞ്ഞ ആൾക്കാരായിട്ട് കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലാത്ത രീതിയിൽ അവർ കണ്ടു. നിങ്ങൾക്ക് സ്നേഹമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗന്ദര്യം കുറവ്, അല്ലെങ്കിൽ സാമ്പത്തികം കുറവ്, നിങ്ങൾക്ക് അറിവില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വില കുറച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്കത് മനസ്സിലായിട്ടുണ്ട്. ജീവിതത്തിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ആ ഒരു തെറ്റ് എന്താണെന്ന് അവർ മനസ്സിലാക്കി ഇപ്പോൾ അത് അവർ തിരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ്, ഈ ഒരു കാര്യമാണ് അവരുടെ മനസ്സിൽ കൂടി നിങ്ങളെ പ്രതി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ സ്ട്രെങ്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സ്ട്രെങ്ത് കൊണ്ടുവരാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാം നല്ല പോസിറ്റീവ് കാർഡും മെസ്സേജും ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സ്ട്രെങ്ത് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നത്തെ മൂന്നാമതൊരാളിലേക്ക് ചൂണ്ടിക്കാണിക്കുവാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാകാൻ കാരണം ആരാണെന്ന് നമുക്കറിയാമല്ലോ എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ മൂന്നാമതൊരാളിലേക്കാണ് ചൂണ്ടുന്നത്. അതൊരു പക്ഷേ അവരുടെ കൂടെയുള്ള തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ പേരൻസോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ തേർഡ് പാർട്ടിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ചൂണ്ടിയാണ് ഈ പറയുന്നത്. ഓക്കെ,
അപ്പം നിങ്ങളുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പിന് സ്ട്രെങ്ത് വരുത്താനാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആലോചിക്കുന്നത്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് എടുക്കട്ടെ. നിങ്ങളുടെ പേഴ്സൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്? സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. മാനസികമായി വളരെ തളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. എങ്ങനെയെങ്കിലും ഇപ്പം തെറ്റ് നിങ്ങളുടേതല്ലെങ്കിൽ പോലും നിങ്ങൾ മാപ്പ് പറഞ്ഞിട്ട് അവർ തിരികെ വന്നാൽ മതി എന്നുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ വലിയൊരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു സെലിബ്രേഷൻ്റെ മധ്യത്തിൽ ഇരുന്നാൽ പോലും നിങ്ങളുടെ മനസ്സ് വളരെ ദുഃഖിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, ഒന്ന് തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കും, ഓക്കെ, അവിടെ സന്തോഷമായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ വേദനിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് നിങ്ങൾ വേദനിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എങ്കിലും നിങ്ങളോട് ഇങ്ങനെ ചെയ്തല്ലോ, ഇത്രത്തോളം വിശ്വസിച്ചിട്ടും സ്നേഹിച്ചിട്ടും നിങ്ങളെ ചീറ്റ് ചെയ്തല്ലോ എന്നുള്ള വേദനയും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, നിങ്ങളുടെ എനർജിയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിൻ്റെ എനർജി എന്താണ്? എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണെ പ്രതി പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് ഇപ്പോഴുള്ളത്. ഓക്കെ, അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദ്യം ചെയ്യുവാനുള്ള മനസ്സ്, ചില കാര്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുണ്ട്. നിങ്ങളുടെ ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹവും അവരെക്കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ഭാഗത്തു നിന്നും ഒരു കോളും മെസ്സേജ് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു. വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് ആഗ്രഹിക്കുന്നു, തിരിച്ച് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വിജയം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഓക്കെ, ചാരിയറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തേക്ക് പോകുന്നതിനോ നിങ്ങളിവിടെ ഒരുപാട് ആഗ്രഹിക്കുന്നതായി കാണുന്നു. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോട് ഒരുപാട് സെക്ഷൽ ഫീലിങ്സ് തോന്നുന്നതായി കാണുന്നു. ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. കാരണം ബാക്കിയുള്ളതെല്ലാം പോസിറ്റീവ് കാർഡാണ്. ഈ ഒരു കാർഡിൽ മാത്രം ഒരു ബ്ലാക്ക് എനർജി ഉണ്ട്. കാരണം ഈ ഒരു ചിന്ത, ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ ബ്ലാക്ക് എനർജി കാണുന്നുണ്ട്. നിങ്ങൾ ബ്ലാക്ക് എനർജി കാരണമാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും സെപ്പറേറ്റ് ആയത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പാരൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടിയോ ബ്ലാക്ക് എനർജി ചെയ്താണ് നിങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളെ മാറ്റിയതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സണ് സെക്ഷൽ റിലേഷൻ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ചോദ്യമാണ് നിങ്ങളുടെ പേഴ്സൺ, ആ ചോദ്യമാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കാൻ ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ എനർജി ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? 4 ഓഫ് സോഡിൻ്റെ എനർജി കാണിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം എല്ലാം അസ്തമിച്ചു പോയിരിക്കുന്നു. നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് സ്റ്റാറിൻ്റെ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു വിഷ്ഫുൽമെൻ്റ് ആണ്. അവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നു. ഓക്കെ, എത്ര പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് യാതൊരു കാര്യങ്ങളും ബാലൻസിങ്ങിൽ വരുന്നില്ല എന്നുള്ള ഒരു എനർജി നിങ്ങൾക്കിവിടെ കാണുന്നുണ്ട്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ തടഞ്ഞു വെച്ചിരിക്കുന്നു. തേർഡ് പാർട്ടിയുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള റിലേഷൻഷിപ്പോ ഉണ്ടായിരിക്കുമോ? ഇവിടെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാതിരിക്കുന്നതിന് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് തരാതിരിക്കുന്നതിന്, വിവാഹം കഴിക്കാതിരിക്കുന്നതിന് ഇവിടെ ഒരു തേർഡ് പാർട്ടിയെ കാണിക്കുന്നുണ്ട്. അപ്പം തേർഡ് പാർട്ടി കൺട്രോളിങ്ങിൽ നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ ഈഗോയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കമ്മിറ്റ്മെൻറ്റ് തരാത്തതിന് കാരണവും ചില ദേഷ്യത്തിലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ,
ഇവിടെ ചാരിയറ്റിൻ്റെ കാർഡ്സ് വന്നിരിക്കുന്നു. ഇവിടെ ചാരിയറ്റിൻ്റെ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇമ്മച്വർ ആയിട്ടുള്ള ഒരു തീരുമാനമാണ് നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും എടുത്തിട്ടുള്ളത്. നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് ചില വ്യക്തികളുടെ വാക്കുകൾ കേട്ട്, അല്ലെങ്കിൽ ചില മൈൻഡ് ഗെയിമുകൾ, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങളിലേക്ക് വന്ന ചാരിയറ്റ് മറ്റൊരു ഭാഗത്തേക്ക് കടന്നു പോയിരിക്കുന്നു. അപ്പം നിങ്ങളുടെ മനസ്സിലിടയ്ക്കൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ട്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിരിക്കുന്നു, എന്നെ ചതിച്ചതാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് പലപ്പോഴും കടന്നു വരാറുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഡെവിളിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഡെവിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണെ അതും ഇതും പറഞ്ഞ് നിങ്ങളിൽ നിന്ന് മാറ്റിയതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ കൺട്രോളിങ്ങിലാണ്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞ് കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ എനർജി. അപ്പം നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരും. നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ പക്ഷേ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു. ഈ നെഗറ്റീവ് ചിന്ത എപ്പോഴാണോ നിങ്ങൾ ഒഴിവാക്കുന്നത്, പൂർണ്ണമായും ക്യാൻസൽ ചെയ്യുന്നത്, ആ ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതിൻ്റെ വാതിൽ ഓപ്പൺ ആകുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് നെഗറ്റീവ് സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നത്, ആ സമയത്തല്ലാണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേരത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.